എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ വിസറൽ ഫാറ്റിന്റെ ലെവല് കണ്ടുപിടിക്കാമെന്ന് ഉള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതെല്ലാവരും ചെയ്തു കാണും എന്ന് വിശ്വസിക്കുന്നു. സീരിയസ് ആയിട്ട് ഡയബറ്റിസിന്റെ നമ്മൾക്കുള്ള ഈ കണ്ടീഷൻ കുറച്ചെങ്കിലും പുറകോട്ട് കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യണം എങ്കിൽ ഈ ഡയറ്റ് വെച്ചൊന്നും അത് ശരിയാവത്തില്ല. നമ്മൾ വെറുതെ ഡയറ്റ് മാത്രം നോക്കി ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മളുടെ കോസും ആ കോസിലേക്ക് ലീഡ് ചെയ്ത ഫാക്ടേഴ്സും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ കുറേശ്ശെ മാറ്റാനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾക്കതൊന്നും ശരിയായ രീതി ചെയ്യാൻ സാധിക്കില്ല. ഞാൻ കുറെ വർഷമായിട്ട് പലതരം വഴികളൊക്കെ നോക്കുന്നുണ്ട്. ഏറ്റവും നല്ലത് നമ്മൾ ഇരിക്കുന്ന രീതിയിൽ തന്നെ തുടർന്ന് നമ്മളുടെ വിസറൽ ഫാറ്റ് കുറയ്ക്കുക എന്നതാണ്. അപ്പൊ ഈ വിസറൽ ഫാറ്റ് കുറയ്ക്കണം എങ്കിൽ വിസറൽ ഫാറ്റ് എത്ര ഉണ്ട് എന്നറിയണം, എത്രമാത്രം കുറയ്ക്കണമെന്നറിയണം. അതിൽ പല കാര്യങ്ങൾ വേറെയും അറിയണം. നമ്മുടെ സ്ഥിതി എന്താണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ അപ്ലോഡ് ചെയ്തെങ്കിൽ, അതിൽ പേരുമൊന്നും വേണ്ട കേട്ടോ, അപ്ലോഡ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇതുമാതിരിയുള്ള ഒരു റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇപ്പൊ മുകളിലുള്ള നമ്മുടെ വിസറൽ ഫാറ്റും താഴെ ബോഡി മാസ് ഇൻഡെക്സും നമ്മൾക്ക് കിട്ടും. മുകളില് എൻ്റെ വിസറൽ ഫാറ്റ് 142.39 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ്. ബോഡി മാസ് ഇൻഡെക്സ് 20.69. ബോഡി മാസ് ഇൻഡെക്സ് അതിൻ്റെ റേഞ്ചിലാണ്. 25 വരെ അത് 18 തൊട്ട് 25 വരെ ഉള്ളത് കറക്റ്റ് ആയിട്ടുള്ള BMI കുഴപ്പമില്ലാത്തതാണ്. 18 താഴെയാണെങ്കിൽ തീരെ മെലിഞ്ഞാണ്. 25 മേളിലാണെങ്കിൽ സ്ലൈറ്റ് ഒബീസിറ്റി. അത് 30 മേളിലാകുമ്പോൾ വളരെ ഒബീസ്, വളരെയധികം വണ്ണം കൂടിയതാണ് എന്നുള്ളതാണ്. ബോഡി നമ്മളുടെ വിസറൽ ഫാറ്റ് ആണെങ്കിൽ 130 മുകളിൽ വിസറൽ ഫാറ്റ് ഡേഞ്ചറസ് ലെവലാണ് എന്നാണ് പറയുന്നത്. എൻ്റെ 142.39 ആണ് എൻ്റെ വിസറൽ ഫാറ്റ്. അപ്പോൾ അത് കൂടുതലുമാണ്. അന്നേരം ഞാൻ എവിടെ നിന്ന് എവിടെ വരണം എന്നുള്ളത് ഈ ടേബിളിൽ നിന്ന് എനിക്ക് മനസ്സിലാകാം. എൻ്റെ ടോട്ടൽ വണ്ണം, അങ്ങനെ ഒബീസിറ്റി എനിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് ആ ഒബീസിറ്റിയുടെ പ്രോബ്ലം ഇല്ല. പക്ഷേ എനിക്ക് വിസറൽ ഫാറ്റ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ചില ആളുകൾക്ക് ഈ ഒബീസിറ്റിയുടെ 20.69 എന്നുള്ളത് 32 ഒക്കെ വരും. പക്ഷേ 25 എന്നുള്ളതിനേക്കാൾ മുകളിൽ 28, 32 ഒക്കെ വരും. പക്ഷേ വിസറൽ ഫാറ്റ് 130 താന്നിരിക്കും. അവർക്ക് കുടലിലുള്ള കൊഴുപ്പില്ല, പക്ഷെ അവർക്ക് ഓവറോൾ അവർ വണ്ണം ഉള്ളവരാണ്. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള വണ്ണത്തിനല്ല ഫാറ്റ് ഡെപ്പോസിഷനും രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഉള്ളത്. വിസറൽ ഫാറ്റ് കൂടുമ്പോൾ അത് നമ്മുടെ ഓർഗൻസിലെല്ലാം ഫാറ്റ് പറ്റി പിടിച്ചിരിക്കും. അതിൻ്റെയൊക്കെ ഫങ്ഷൻസ് ശരിയായി നടക്കത്തില്ല. ഹാർട്ടിൽ തന്നെ ഇരിക്കും എന്നാണ് പറയുന്നത്. ഫങ്ഷൻ ശരിയായിട്ട് നടക്കത്തില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ ആ ഫാറ്റ് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ഫാറ്റാണ്. അതിൻ്റെതായ പല കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂട്ടുകയും ചെയ്യും. ഡയബറ്റിസ് ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. നമ്മുടെ ശരീരത്തിൽ എപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു അപ്പോൾ ഈ നമ്മുടെ ബ്ലഡ് ഷുഗറിന്റെ കൺട്രോളും വളരെയധികം വ്യത്യാസമായിട്ട് വരും. ബ്ലഡ് ഷുഗർ കൺട്രോൾ പോകും. നമുക്ക് കൂടുതലായിട്ട് ഷുഗർ കൂടും. എല്ലാം നമ്മൾ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന അതേ ഭക്ഷണത്തിന് നമുക്ക് കൂടുതൽ ഷുഗർ കൂടുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും. അത് കാരണം നമ്മൾക്ക് ഈ ഫാറ്റ് ഉള്ളിടത്തോളം കാലം നമ്മുടെ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് കൂടി വരും തോറും ഷുഗർ കൂടിക്കൊണ്ടുവരും. ഇങ്ങനെയുള്ള പല പ്രോബ്ലംസ് അതിന് ഉണ്ട്. അപ്പോൾ വിസറൽ ഫാറ്റ് നമ്മൾക്ക് കുറച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മളുടെ എയിം. നമുക്ക് ഡയബറ്റിസ് റിവേഴ്സലിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന എല്ലാവരും വിസറൽ ഫാറ്റ് കുറയ്ക്കണം. ഇപ്പം നമ്മൾ ഒബീസാണ്, വിസറൽ ഫാറ്റും ഉണ്ട്. നല്ല ഒത്തിരി വണ്ണമാണെങ്കിൽ നമുക്ക് ഫാസ്റ്റിംഗ് പോലെ, കാലറി റെസ്ട്രിക്ഷൻ പോലെയുള്ള വഴികളിൽ കൂടെ നമ്മുടെ വെയിറ്റ് കുറച്ച് കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ വിസറൽ ഫാറ്റ് കുറയും. അല്ലാതെ വിസറൽ ഫാറ്റ് മാത്രം ആണ് നമ്മുടെ പ്രോബ്ലം എങ്കിൽ, നമ്മൾ ഒബീസിറ്റി ഇല്ല, വിസറൽ ഫാറ്റ് മാത്രം കുറയ്ക്കണമെങ്കിൽ നമ്മൾക്ക് വേറെ മാർഗങ്ങൾ നോക്കണം. നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിൽ, എന്തൊക്കെ തരത്തിലാണ് നമുക്ക് വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ ഒക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് അത് ചെയ്യണം.
അപ്പോൾ ഏതാണെന്ന് നിങ്ങൾ ഈ രീതിയിൽ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഏത് മാർഗങ്ങളൊക്കെ പിന്തുടരണം എന്ന് അറിയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വിസറൽ ഫാറ്റ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ പറയാം. ആ കാരണങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയോ കുറച്ച് കൊണ്ടുവരികയോ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ വിസറൽ ഫാറ്റ് കുറയും. എനിക്ക് ചെയ്യാവുന്ന കാര്യം വിസറൽ ഫാറ്റ് ഉണ്ടാക്കുന്ന, ഞാൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയാണ് കേട്ടോ. എനിക്കിത് വലുതായിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു അപ്രോച്ച് നോക്കുന്നത് അത് കാരണം ഞാൻ ഇതിൽ ഞാൻ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കി അത് ഓരോന്നായിട്ട് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഈ മെഷർമെന്റ് രണ്ടാമത് ഓരോ പ്രാവശ്യം എടുത്ത് എൻ്റെ വിസറൽ ഫാറ്റിൽ കുറവോ കൂടുതലോ ഉണ്ടായോ എന്ന് നോക്കി ആണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ എടുത്ത മെഷർമെന്റ് ഉണ്ട്, അത് ഇന്നലെ നിങ്ങൾക്ക് ആ വീഡിയോ ഇട്ട ദിവസം എടുത്ത മെഷർമെന്റ് ആണ്. അത് കഴിഞ്ഞ് ഇനി 2 ആഴ്ച കഴിഞ്ഞ്, ആദ്യത്തേത് ഞാൻ 2 ആഴ്ച കഴിഞ്ഞാണ് എടുക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ഈ മെത്തേഡൊക്കെ കണ്ടുപിടിച്ച് ഫോളോ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എങ്ങനെയാണ് വിസറൽ ഫാറ്റ് കുറയ്ക്കേണ്ടത് എന്ന് എക്സ്ട്രീം ഡയറ്റ്സിലൊന്നും പോവാതെ ചില സാധനങ്ങൾ എലിമിനേറ്റ് ചെയ്തും ചില ഹാബിറ്റ്സ് മാറ്റിയും നമ്മൾക്കിത് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് ഞാൻ 2 ആഴ്ചയ്ക്ക് എല്ലാ 2 ആഴ്ചയിലും എൻ്റെ ഫിഗേഴ്സ് എങ്ങനെ വരുന്നു എന്ന് പറയാം. ചിലപ്പോൾ കൂടി വരും, ചിലപ്പോൾ കുറഞ്ഞു വരും. അത് നമുക്ക് കണ്ടറിയാനേ ഒക്കെയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പോകുന്ന വഴിയെ പോകാൻ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് വലുതായിട്ടുള്ള ഒരു എക്സ്ട്രീം ഡയറ്റ്സും ഞാൻ പറയുന്നില്ല. തെറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ ആദ്യം എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ശരിയായിട്ട് കഴിക്കേണ്ട രീതിയിൽ കഴിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. നാളെ ഞാൻ വിസറൽ ഫാറ്റ്, നാളെയല്ല, എൻ്റെ നെക്സ്റ്റ് വീഡിയോ, എനിക്ക് സമയം കിട്ടുന്നത് അനുസരിച്ചിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ വിസറൽ ഫാറ്റ് ചില ആളുകളിൽ കൂടാനുള്ള കാരണം ഒന്ന് ജെനറ്റിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അല്ലാതെയും കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം. വൈഡ് സ്പ്രെഡ് ആയിട്ട് ആളുകളിൽ ഒരു ചിന്തയുണ്ട്, ചോറ് അഴുക്കാണ്, ചപ്പാത്തിയാണ് നല്ലത്, പഞ്ചസാര അഴുക്കാണ്. എന്നാൽ അതാണോ ശരി എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിസറൽ ഫാറ്റ് കണ്ടുപിടിച്ചില്ലെങ്കിൽ കണ്ടുപിടിക്കുക. വിസറൽ ഫാറ്റും നിങ്ങളുടെ BMI എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ്, നമ്മുടെ പൊക്കത്തിനും പ്രായത്തിനും അനുസരിച്ച് നമ്മളുടെ ശരീരത്തിന് എത്ര വെയിറ്റ് വരാം എന്നുള്ളതാണ് ബോഡി മാസ് ഇൻഡെക്സ്. അത് കൂടുതലാണെങ്കിൽ നമ്മൾ ടോട്ടലായിട്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അല്ല, വിസറൽ ഫാറ്റ് മാത്രമാണ് നമ്മുടെ BMI കറക്റ്റ് ആണെങ്കിൽ വിസറൽ ഫാറ്റ് എന്തുകൊണ്ടുണ്ടായി എന്നുള്ള പല കോസുകളുണ്ട്. ആ കോസസിനെ എലിമിനേറ്റ് ചെയ്ത് വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ ഒക്കുമോ എന്ന് നോക്കുകയും ആണ് നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് ചെയ്യാം. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഷുഗർ കൂടുകയും കുറയുകയും ചെയ്യും നമ്മുടെ ഭക്ഷണം അനുസരിച്ച്. പക്ഷേ ഈ ഷുഗർ നമ്മൾക്ക് ബാക്കിയുള്ളവരിനേക്കാളും കൂടാനുള്ള കാരണം നമ്മുടെ വിസറൽ ഫാറ്റാണ്. അതാണ് നമ്മുടെ സൊല്യൂഷൻ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സീരിയസ്ലി, ഇഫ് യു വോണ്ട് ടു റെഡ്യൂസ് യുവർ ഡയബറ്റിസ് കോംപ്ലിക്കേഷൻസ്, സൈഡ് ഇഫക്ട്സ് വരാവുന്നത് എല്ലാം അവോയ്ഡ് ചെയ്യണമെങ്കിൽ വിസറൽ ഫാറ്റ് കുറയ്ക്കുക തന്നെ ചെയ്യണം. നിങ്ങളുടെ ഡോക്ടറിനോട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, നിങ്ങളിത് മെഷർ ചെയ്യാനേ പറയുന്നുള്ളൂ. അതിന് നിങ്ങളുടെ ഡോക്ടർക്ക് യാതൊരു ഒബ്ജക്ഷനും കാണുകയില്ല. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളും യാതൊരു വിധത്തിലും നിങ്ങളുടെ ട്രീറ്റ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അത് അങ്ങനെയുള്ളത് വരുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് പറയും, ട്രീറ്റ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്, ഡോക്ടറോട് ചോദിക്കണം. അപ്പം ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കൺസിഡർ ചെയ്ത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഡേറ്റ അപ്ലോഡ് ചെയ്ത് പേരും ഒന്നും വേണ്ട, അതിനകത്ത് നിങ്ങളുടെ ഇമെയിൽ വേണ്ട, നിങ്ങളുടെ മൊബൈൽ നമ്പർ വേണ്ട, ഈ ഏജ്, സെക്സ്, ഈ നമ്മുടെ സൈസിൻ്റെ അത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് തരും. അത്രയുമേ അവർ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഉപയോഗിക്കാതെ ഇരിക്കുന്നത് വെറും മണ്ടത്തരമാണ്. നന്ദി, നമസ്കാരം.